ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, അത്തിവൃക്ഷം പെരുങ്കാറ്റുതിർക്കുന്നതിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു. അല്പ ബേസിക്കായി യഹൂദനുമായിട്ട് ഇനിയുള്ളതെല്ലാം അവൻ്റെ പ്രവചനങ്ങളിലേക്ക് കടക്കും. അപ്പം ഈ 4 ഭാഗമൊന്ന് തുടരണം. 1 ഭൂകമ്പം, 2 സൂര്യൻ കറക്കും, 3 രക്തചന്ദ്രൻ, 4 ഉൽക്ക താഴെ വീഴും. അതും ഇസ്രയേലുമായിട്ടുള്ള ബന്ധം കണ്ടോ. 1-ാം മുദ്ര വെളുത്ത കുതിര, സമാധാനത്തിൻ്റെ പുറമോടി. 2-ാം കുതിര ചുവന്ന കുതിര, അഥവാ മനുഷ്യൻ അന്യോന്യം കൊല്ലുന്നു. 3 കറുത്ത കുതിര, നാളെ തൊട്ടുവെക്ക്. 4 കോവിഡിൻ്റെ ക്ലോറോക്സ്, മരണം പാതാളം പിന്തുടരുന്നു. 5 യാഗപീഠത്തിൻ്റെ കീഴിൽ അറക്കപ്പെട്ട അനേകം പേർ. 6 പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റം. അതാ യേശു മത്തായി 24 പറഞ്ഞ്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിനുണ്ടാകുന്ന മാറ്റവും ഇസ്രയേലും. ശ്രദ്ധയോടെ ഇരിക്കണേ പ്രിയ കുഞ്ഞുങ്ങള്. അങ്ങനെയെങ്കിൽ നാം പാർക്കുന്ന ഭൂമി, മിൽക്കി വേ ഗാലക്സി, സൺ അഥവാ സൂര്യനൻ്റെ 15 കോടി കിലോമീറ്റർ നിൽക്കുന്ന ഒരു പ്രതലമാ നാം പാർക്കുന്ന ഭൂമി. അങ്ങനെയെങ്കിൽ ആ ഭൂമിക്ക് ഒരു ഉപഗ്രഹമുണ്ട്, ചന്ദ്രൻ. സെന്റർ സിറ്റുവേറ്റഡ് ദ സൺ, ദ റേസ് കം ടു അവർ എർത്ത്. അത് കഴിഞ്ഞതിന് ശേഷം അത് ഡൈവേർട്ട് ചെയ്യുന്നു ഇവിടത്തേക്ക്, ചന്ദ്രനിലേക്ക്. ഭൂമി 3 ഘടകങ്ങളിലേക്ക്, ഭൂകമ്പത്തിലേക്ക് തുടങ്ങാം. എന്താ ഭൂകമ്പം ഉണ്ടാകുന്നതിന് കാരണം? നാം പഠിക്കുന്ന ഇന്നത്തെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നാം പാർക്കുന്ന കാണുന്ന സൂര്യൻ രാവിലെ പ്രഭാതത്തിൽ ഉൽപ്പത്തി 1:17 പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ഇനിയുള്ള വാക്യങ്ങൾ കേൾക്കണം. സൂര്യനകത്ത് 3 ഘടകമുണ്ട്. നമ്പർ 1 പ്രോട്ടോസ്ഫിയർ, നമ്പർ 2 ക്രോമോസ്ഫിയർ, 3 കൊറോണ. അങ്ങനെയെങ്കിൽ 3 ഘടകമാ സൂര്യനകത്ത്. മലയാളം നാടൻ ഭാഷയിൽ ഒരു തേങ്ങ എടുത്താൽ 1 തൊണ്ട്, 2 ചിരട്ടയുടെ ഭാഗം, 3 തേങ്ങാപ്പൂൾ. അതുപോലെ സ്വർഗത്തിലെ ദൈവം സൂര്യനകത്ത് 3 ഘടകം വെച്ചിട്ടുണ്ട്. ആരാ പ്രകാശം തരുന്നത്? ഇന്ന് രാത്രി കള്ളിക്കാടി ശക്തമായ ആ സന്ദേശങ്ങളും ആരാധനയും പുറത്തു പോകുമ്പോൾ നമ്മുടെ സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു പവർ ജനറേറ്റർ എവിടെയോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പവറിൽ ഈ സിസ്റ്റം മുഴുവൻ ചലിക്കുന്നെങ്കിൽ സൂര്യനകത്ത് പ്രകാശം തരുന്നത് ആര്? പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധയോടെ പഠിക്കാം. അതിൻ്റെ പേരാ സൂര്യനകത്ത് കത്തുവാൻ ദൈവം ഒരു വാതകത്തെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാ ഹൈഡ്രജൻ. പെർ മിനിറ്റ് 60 ടൺ ഹൈഡ്രജൻ ആ സൂര്യനകത്ത് കത്തുന്നത്. അതുകൊണ്ട് ആ പിന്നെ ഉൽപ്പത്തി പകൽ വാഴുവാൻ വലിപ്പം വെളിച്ചം കൂടിയ സൂര്യൻ, രാത്രി നിലാചന്ദ്രൻ. അപ്പോൾ കൊറോണയ്ക്കകത്ത് ഈ ഹൈഡ്രജൻ കത്തുന്നു. ആ ഹൈഡ്രജൻ കത്തുമ്പോൾ ഒരു റേഡിയേഷൻ താഴേക്ക് ഇറങ്ങുന്നു. അതിൻ്റെ പേരാ CME. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കൊറോണൽ മാസ് എജക്ഷൻ. അതിൻ്റെ പേരാ സൂര്യതാപം. കണ്ടില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ കള്ളിക്കാട് ചിലരുടെ ശരീരത്തിൽ പൊള്ളർ. കഴിഞ്ഞ 2 വർഷം മുമ്പ് പരശുവയ്ക്കൽ ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്തപ്പോൾ സൂര്യതാപം അടിച്ച് മരിച്ചു. ബൈക്കിൽ പോകുന്ന ചെറുപ്പക്കാരൻ്റെ ശരീരത്തിനകത്ത് പൊള്ളൽ, അതിനകത്ത് സൂര്യൻ്റെ താപം അടിക്കുന്നു. തൊഴിലാളിയുടെ ശരീരത്തിനകത്ത് പൊള്ളൽ. അങ്ങനെയെങ്കിൽ ഈ സൂര്യനകത്ത് നിന്ന് ഹൈഡ്രജൻ 7 തട്ടുകളിൽ കൂടി വരും. ആ തട്ടുകളുടെ പേരാവും സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ, ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ സ്റ്റേജിനകത്ത് പാടുന്നത്, ആകാശം മാറും ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം മാത്രം. സ്വോത്രം. അതുകൊണ്ടല്ലേ ചങ്കൂറ്റത്തോടെ പറയുന്നത്. ഇന്ന് പല പ്രഭാഷകരും പറയുന്ന സയൻസ് ഒന്നും പറയരുതെന്ന്. എന്നാൽ പിന്നെ ഉൽപ്പത്തി പ്രസംഗിക്കേ വേണ്ട. സ്വോത്രം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും, ഭൂമി പാഴും ശൂന്യവും, വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. മിനിറ്റിൽ 60 ടൺ ഹൈഡ്രജൻ കത്തുന്നു. ഹൈഡ്രജൻ കത്തിയ വേസ്റ്റ് എവിടെ? ശ്രദ്ധയോടെ ഇരിക്കണം. വചനത്തിലേക്ക് പോവുക. ഹൈഡ്രജൻ കത്തിയ വേസ്റ്റ് എവിടെ? നിങ്ങളുടെ വണ്ടിക്കകത്ത് പെട്രോൾ അടിച്ചാൽ ഒരു ഫ്യൂവൽ കിട്ടും. ആ കത്തുന്നത് പുകയായിട്ട് പോകും. വീട്ടിനകത്ത് അമ്മണി സിസ്റ്റർ റബ്ബർ വെട്ടിയോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചൂട്ടും കൊതുമ്പ് കത്തിച്ചാൽ ചാരം കിട്ടും, ചാമ്പലായിട്ട്. പക്ഷേ സൂര്യനകത്ത് ഹൈഡ്രജൻ കത്തുമ്പോൾ അതിൻ്റെ ബാക്കി പത്രം എവിടെ? അതിൻ്റെ പേരാ ഹീലിയം. സയൻസ് ഇവിടെ തൊട്ടടുത്ത സ്കൂൾ കാണും. നിങ്ങളുടെ +2 ടീച്ചേഴ്സ്, ജോഗ്രഫി ടീച്ചേഴ്സ് അവർ പഠിപ്പിക്കും. സൂര്യനെ പറ്റിയും പ്രപഞ്ചത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ബ്ലാക്ക് സ്മോൾസ് അഥവാ കറുത്ത പുള്ളികൾ സൂര്യനകത്ത്. മലയാളം സൂര്യകളങ്കങ്ങൾ കാണുന്നു. ഏഷ്യാനെറ്റിലെ അളകനന്ദയും അതുപോലെ ഒത്തിരി പേർ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. സൂര്യനകത്ത് കളങ്കങ്ങൾ, തീവ്രവാദികളല്ല, ഹീലിയം സൂര്യൻ്റെ ആകർഷണത്തിനകത്ത് കിടക്കുന്നു. ആ ഹീലിയത്തിനകത്ത് വരുമ്പോൾ അട്രാക്റ്റീവിൽ നിൽക്കുന്ന ഒരു ഗോളമാ മിൽക്കി വേ ഗാലക്സിയിൽ നാം പാർക്കുന്ന ഭൂമി. എന്താ ഭൂമി? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 9ാമത്തെ ഗ്രഹമില്ല. ആ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. എങ്ങനെയാ ഭൂമിയെ സൃഷ്ടിച്ചത്? അതുകൊണ്ടല്ലേ ഇയ്യോബ് ചോദിക്കുന്നത്, സ്വർഗത്തിലെ ദൈവത്തോട് ഭൂമിയെ ചുറ്റി ചോദിക്കുമ്പോൾ സ്വർഗം ഇയ്യോബിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇയ്യോബേ, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? അപ്പൊ ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് ആരാ?
സ്വോത്ര പൂടനാട്ട് ഗോപിനാഥൻ മേശിരിയാന്നോ? അല്ല, സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ടല്ലേ ഇയ്യോബിനോട് ചോദിക്കുന്നത്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ആ പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? ഭൂമിക്ക് അടിസ്ഥാനമിട്ട ആശാരിയ നമ്മുടെ സർവശക്തനായ ദൈവം. സ്വോത്രം. അതുകൊണ്ടാ പറയുന്നത് സ്വോത്രം. അങ്ങനെയെങ്കിൽ ഭൂമി എങ്ങനെ? ഇയ്യോബ് 28:34 തൊടുന്നില്ല. ഉത്തര ദിക്കിനെ അവൻ നാസ്തിത്വത്തിൽ നിൽക്കുന്നു. ഭൂമിയെ ദൈവം അതിന്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു. ഈ ഭൂമിയും ഇസ്രയേലുമായിട്ടുള്ള ബന്ധം പ്രഭാഷണം മുഴുവൻ കേൾക്കുമ്പോൾ കാര്യം മനസ്സിലാകും. ഭൂമിക്ക് ഒന്നാമത്തെ തട്ടിനെ ദൈവം വെച്ചിട്ടുണ്ട്. ആ തട്ടിന്റെ പേരാ ക്രിസ്റ്റ്. 80 കിലോമീറ്റർ വീട് കിട്ടും, വെള്ളം കിട്ടും, കുഴിക്കാം. അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ഒരു മന്ത്രി മെനഞ്ഞാന്ന് ചോദിക്കുക, പള്ളിക്കൂടത്തി വെള്ളമൂമിക്കടി വെള്ളം ഉണ്ടോന്ന്. സ്വോത്രം. എത്ര നല്ല മന്ത്രി. സ്വോത്രം. 4ാം ക്ലാസ്സിൽ പോയപ്പോൾ മാങ്ങ എറിയാൻ പോയതായി കുഴപ്പമായ. സ്വോത്രം. ഭൂമിക്കടി വെള്ളം ഇല്ലാഞ്ഞിട്ടല്ലയോ കള്ളിക്കാട്ടുകാർ ബോർവെൽ അടിച്ച് അയൽക്കാരൻ്റെ ഊറ്റൂടെ പിടിച്ചെടുക്കുന്നു. സ്വോത്രം. എത്ര നല്ല കാര്യം. ഭൂമിക്കടി വെള്ളമുണ്ടോ? 80 കിലോമീറ്റർ. 80 കിലോമീറ്റർ കഴിഞ്ഞാൽ വീണ്ടും കിടപ്പുണ്ട് 2000 കിലോമീറ്റർ കട്ടിപ്പാറ. പെരുങ്കടവിളയും ആലത്തൂരും പാറയുടെ കോറി പോലെ കിടപ്പുണ്ട്, അടിയിലെ പാറ. അതിന് പറയുന്ന പേരാ മാൻഡിഡ്. നല്ല കാര്യം. മാൻഡിഡ് അടിയിൽ ദൈവം ഒരു പ്ലേറ്റിനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാ ലിത്തോസ്ഫിയർ, അഥവാ ഭൂമിക്കടിയിൽ ദൈവം പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. റഫറൻസ് ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. സങ്കീർത്തനം 104:5. ദൈവം ഭൂമിയെ ഒരു നാളും ഇളകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു. സ്വോത്രം. വചനം. സ്വോത്രം. വചനം പഠിച്ചുകൊണ്ടേ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങാവൂ. വചനമില്ലാത്ത സഭയും ഗുണമല്ല, വചനമില്ലാത്ത കൺവെൻഷനും റെഡിയല്ല. സ്വോത്രം. അതുകൊണ്ട് ഈ പ്രാസംഗികരൊക്കെ ഞങ്ങളൊക്കെ എന്ന് വരെ നിൽക്കുന്നതെന്ന് ദൈവത്തിന് അറിയാം. തന്നെ ഇപ്പം തന്നെ പകുതി ശാസ്ത്രത്തിൽ എപ്പോൾ തീരുമെന്നറിയാം. അതുകൊണ്ട് 5 കള്ളിക്കാട്ട് വേണമെന്ന് പറയുന്നു. സ്വോത്രം. സന്തോഷമില്ലല്ലോ. നിരപ്പക്കാലയിൽ ഞാൻ പ്രാർത്ഥിച്ച് 5 പേര് ഇവിടുന്ന് വചനം പറയാൻ വേണം. ഏതാ പരസ്യോഗത്തിലായാലും കവലയിലായാലും എവിടെങ്കിലും മതി. സ്വോത്രം. സ്റ്റേജിൽ പറയണമെന്നില്ല, വഴിയെന്നെങ്കിലും അവൻ പറയണത് യേശു രക്ഷകൻ. സ്വോത്രം. സന്തോഷം ആർക്കും ഇല്ലല്ലോ. സ്വോത്രം. ഒരു തലമുറയൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞ് ചെറുപ്പക്കാർ 10 പേര് എഴുന്നേക്കണമെന്ന് പറഞ്ഞാൽ അവർക്കും സന്തോഷമില്ല. സ്വോത്രം. അതുകൊണ്ടല്ലേ ഇത്ര നോട്ട് വരെ പറഞ്ഞു കൊടുക്കുന്നത്. അന്ത്യകാലം കേട്ടോ കുഞ്ഞുങ്ങളെ. അങ്ങനെയെങ്കിൽ ഭൂമിക്കടിയിൽ ദൈവം പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്ലേറ്റ് ഏഷ്യൻ പ്ലേറ്റ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നാളെ ഇത് പറയത്തില്ല. കന്യാകുമാരി തുടങ്ങാൻ കാശ്മീർ കയറും, അത് ഗൾഫ് രാജ്യങ്ങളിലൂടെ കടക്കും, തുർക്കി വരെ ഒറ്റ കുലുക്കം. ഇറാൻ, ഇറാഖ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ വഴി കിടക്കുന്ന പ്ലേറ്റിൻ്റെ പേരാ ഏഷ്യൻ പ്ലേറ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇറാൻ കുലുക്കുമ്പോഴാ കള്ളിക്കാട് ചിന്നമാമയുടെ പാത്രം ഉരയുന്നത്. ഇവിടെയല്ല കുലുക്കം, ഇറാനിലാ കുലുക്കം. പ്രകമ്പനങ്ങൾ, ചലനങ്ങൾ തീർന്നില്ല. അടുത്ത 2ാമത്തെ പ്ലേറ്റ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഭൂമിയെ ദൈവം അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു. സങ്കീർത്തനം 104:5 റഫറൻസ്. 2ാമത്തെ ന്യൂഡൽഹി, അതിനുശേഷം പോകും ബർമ, റംഗൂൺ, ചൈന, തായ്ലൻഡ്, ടിബറ്റ് വഴി നേരെ ബ്രിട്ടൻ വരെ കിടക്കുന്ന പ്ലേറ്റിൻ്റെ പേര് ടിബറ്റൻ പ്ലേറ്റ്. അതാ സൂര്യൻ്റെ ആകർഷണം. ഹൈഡ്രജൻ്റെ പവർ കുറയും. ഹീലിയം അവിടെ കിടക്കും. ഹീലിയം കിടക്കുമ്പോൾ പാണ്ടിലോറി, പണ്ടത്തെ റോഡ് അറിയാതിരുന്നല്ലോ, കള്ളിക്കാട് കുറ്റിച്ചൽ പോയി കഴിഞ്ഞാൽ നടുവേദനയ്ക്ക് പിന്നെ എങ്ങും പോകണ്ടായിരുന്നു. സ്വോത്രം. ഇപ്പോൾ റോഡ് ശരിയാക്കിയതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഈ റോഡ്, അതുപോലെയുള്ള റോഡിനകത്ത് സൂര്യൻ്റെ ആകർഷണത്തിനകത്ത് ഹൈഡ്രജൻ മാറി ഹീലിയം കിട്ടാതിരിക്കുമ്പോൾ ഭൂമിക്കുണ്ടാകുന്ന പ്രതിഭാസമാ ഭൂകമ്പം. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് ഭൂകമ്പമുണ്ടോ? 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം. ബ്ലാക്ക് മോൾ സെന്റർ സിറ്റുവേറ്റഡ് ദ സൺ, അഥവാ കൊറോണ മാസ് എജക്ഷന് പകരം കറുപ്പടിക്കും. ആ സമയത്ത് ഭൂമിക്കുണ്ടാകും ഭൂകമ്പം. അപ്പം ചന്ദ്രൻ രക്തതുല്യമാവും. അത്തിവൃക്ഷം പെരുങ്കാറ്റുതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു. അന്ത്യകാലത്തിന് കോവിഡിന് ശേഷം കാണാൻ പോകുന്നത് ഈ ഭൂമി ഭൂകമ്പത്താൽ ദൈവത്തിൻ്റെ ന്യായവിധി. ബൈബിളിനകത്തുണ്ടോ? ഭൂകമ്പം ഭൂമിക്കുണ്ടാകും. പക്ഷേ ഈ ഭൂമിയുടെ 3ാമത്തെ ഒരു തട്ടുണ്ട്. ഞങ്ങൾ ഉപദേശിമാരാരും പ്രസംഗിക്കത്തില്ല. ആ തട്ടിനകത്ത് 3 ഘടകമുണ്ട്. 1 പാതാളം, 2 യാതനാസ്ഥലം, 3 പുറത്തെ ഇരുട്ട്. വല്ലതും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ? വല്ലതും മിണ്ടുന്നില്ലല്ലോ. അങ്ങനെ ആരും കേട്ടിട്ടില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ടല്ലയോ ആരാ നമ്മുടെ ലൂക്കോസ് 16 ഒരു അച്ചായൻ ഉണ്ടായിരുന്നു. നല്ലൊരു അച്ചായനല്ലേ, ചർച്ചിപ്പാത് TV കണ്ടുകൊണ്ടിരിക്കുന്ന അച്ചായൻ. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ലൂക്കോസ് മാസ്റ്റർ തന്നെ പിടിക്കാം, നമ്മുടെ അച്ചായനായതുകൊണ്ട്. സ്വോത്രം. ലൂക്കോസ് മാസ്റ്റർ കള്ളിക്കാട് ഒരു വിസിറ്റിന് ചെന്നപ്പോൾ അച്ചായൻ്റെ ബൈബിൾ നല്ല കട്ടിയോടെ ഇരിക്കുന്നു. ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി മലയാളം ഇംഗ്ലീഷ് തർജിമ. സ്വോത്രം. ലൂക്കോസ് മാസ്റ്ററിൽ ഇത്രയും നല്ല ബൈബിളില്ല. മേശപ്പുറത്തിരിക്കുന്ന മൊത്തം തുണ്ട് പേപ്പർ. സ്വോത്രം. അപ്പോഴേ ലൂക്കോസ് മാസ്റ്റർ വിചാരിച്ച് 24 മാസം കോവിഡായിട്ട് അച്ചായൻ നല്ല ബൈബിൾ നോട്ട് ചെയ്ത്. അപ്പോൾ ലാസ്റ്റ് പ്രാർത്ഥിക്കാൻ നേരം ചോദിച്ചു, അച്ചായ ഈ ബൈബിളിനകത്ത് ഇത്രയും നോട്ട്സ് എന്തുവാ, ഏതായി നോട്ട് എഴുതി വെച്ചേക്കുന്നത്? അപ്പം പാസ്റ്ററോട് ധനവാൻ പറഞ്ഞ എന്തുവാ പാസ്റ്റർ, അത് നോട്ടൊന്നുമല്ല, കറണ്ടിൻ്റെ ബില്ല്, ഇലക്ട്രിസിറ്റിയുടെ ബില്ല്, ആധാർ കാർഡ്, ബാങ്കിലെ പാസ്ബുക്ക്. ഇതാവുമ്പോൾ ആരും തുറക്കത്തിൽ ഇത് സേവ് ആണ്. സ്വോത്രം. മാസാമാസം പറക്കി എടുത്താൽ മതിയെന്ന്. സ്വോത്രം. ഇതുപോലുള്ള ഒത്തിരി അച്ചായന്മാർ വീട്ടിലുണ്ട്. ബൈബിള് തൊടാതെ ഇങ്ങനെ ഷോക്കേസ് വെച്ചിരിക്കുന്ന അച്ചായൻ്റെ പേരാ ധനവാൻ. മിണ്ടുന്നില്ലല്ലോ. യോഗത്തിന് എന്തൊക്കെ കൊടുത്താലും വരത്തില്ല. അച്ചായൻ മരിച്ചില്ലേ, അടക്കപ്പെട്ടില്ലേ, തിരുമേനി വന്നില്ല, അച്ഛന്മാർ വന്നില്ല, ഞങ്ങളുള്ള പാസ്റ്റർമാർ എന്തെല്ലാം അനുശോചന പറഞ്ഞു. അച്ചായൻ പോയത് എങ്ങോട്ടാണെന്നറിയാമോ?
മേളിലോട്ടല്ല, 3 തട്ടുണ്ട് ഗ്രീക്ക്: അബസോസ്, ഹേഡ്സ്, ടർട്ടസ്. അതിലേക്ക് അച്ചായൻ പോയ അവിടെ ചെന്നപ്പോൾ കള്ളിക്കാട്ട് ചെറിയ അച്ചായന്മാർ നേരത്തെ അവിടെ ചെന്നവരുണ്ട്. അവരന്നേരം ചോദിച്ച്, തോമാച്ചായോ ആ റിവൈവൽ ഫസ്റ്റ് കണ്ടിട്ടെങ്കിൽ കൈയൊന്ന് ഉയർത്തിക്കൂടായിരുന്നു എന്ന്. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. അന്ന് വീട്ടിൽ നിന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്നതാ. സ്വോത്രം. പക്ഷേ കുഴപ്പം എന്തോ, അവൻ്റെ കീഴ് പാതാളത്തിൽ ജനങ്ങൾ അവനെ വരവേറ്റു. യെശയ്യാ പ്രവചനം കണ്ടില്ലേ? ഗുണപ്പെടാത്ത കള്ളിക്കാട്ട് അച്ചായന്മാരെല്ലാം എവിടെ പോവും? ബുദ്ധിമാന്റെ യാത്ര മേലോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം അവനെ വിട്ടുപോയിരിക്കുന്നു. റിവൈവൽ ഫസ്റ്റ് ആണെങ്കിലും ഭൂമിക്ക് കീഴെ പാതാളത്തിൽ എന്തുണ്ട്? വിശുദ്ധ ബൈബിൾ പറയുന്നു, കെടാത്ത തീയും ചാകാത്ത പുഴുവും. കള്ളിക്കാടുകാർ കേൾക്കട്ടെ, തീർന്നില്ല. ഇസ്ലാമിൻ്റെ ഖുറാൻ പുണ്യ റംദാൻ മാസം വൈകിട്ട് മഗ്രിബിന് ശേഷം ഖുറാൻ്റെ കുത്തുബ പഠിപ്പിക്കും ഇസ്ലാം സഹോദരന്മാർ. അതിൻ്റെ പേജ് തുറക്കുന്ന നമ്മൾ അധ്യായം തമിഴ്നാട്ടിൽ അധികാരം. അങ്ങനെയെങ്കിൽ ഖുറാനിൽ അവർ പറയുന്ന കുത്തുബയ്ക്കകത്ത് പറയുന്നത് അന്ത്യകാലത്തെ കാര്യങ്ങൾ. അതിനകത്ത് മസ്നാദ് എന്ന അന്ത്യകാലത്തെ മഗ്രിബ് വരാൻ പോകുന്ന ഇമാം മഹദിയെ പറ്റിയൊക്കെ ഇസ്ലാം സഹോദരങ്ങൾ ഈ വൈകിട്ട് നോമ്പൊക്കെ പറഞ്ഞതിന് ശേഷം പള്ളിയിൽ ഒരു പദപഠനമുണ്ട്. അതിൻ്റെ പേരാ മഗ്രിബ് അഥവാ കുത്തുബ. അതിനോട് ചേർന്ന് മസ്നാദ് പുറം വായിക്കും. അതിനകത്ത് 716 ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കൊത്തിവലിക്കുന്ന പാമ്പുണ്ടല്ലേ. അമ്പലമുണ്ട്, ഹൈന്ദവ സഹോദരന്മാരുണ്ട്, മൈലക്കരയുണ്ട്, പരുത്തിപ്പള്ളിയിലൊക്കെ അമ്പലമുണ്ട്. അവിടെ വൈകിട്ട് ഗാനമേള ഉത്സവമൊക്കെ നടക്കും. പകല് ചില കാവി അണിഞ്ഞ സന്യാസിമാർ അമ്പലത്തിൻ്റെ കോവിലിനകത്തിരുന്ന് നമ്മൾ ബൈബിൾ പാരായണം ചെയ്യുന്ന പോലെ ഭഗവത്ഗീതയും മഹാഭാരതവും ചില അമ്മച്ചിമാരൊക്കെ വന്നിരുന്ന് തലേ മുണ്ടിട്ട് വായിക്കുക. ഏതാ? ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം. മഹാഭാരതത്തിനകത്ത് മഹാവിഷ്ണു. ഈ ഉലകം ഒരു പ്രളയത്തോടുകൂടെ അവസാനിക്കും. അക്കമിട്ട് രേഖപ്പെടുത്തുന്നത് സത്കർമ്മോദയ, സത്കർമ്മോദയ. സത്മാർഗമം ചെയ്യാത്തവന് ദയ കിട്ടത്തില്ല, അവൻ്റെ ആത്മാവ് പാതാളത്തിനകത്ത് പോകുമെന്ന്. സ്വോത്രം. നമ്മൾ വൈകിട്ടെല്ലാം അമ്പലത്തിൽ പോകും, അന്നേരമെല്ലാം കമ്മാളം നടക്കത്തുള്ളൂ. കാലത്തെ വായിക്കുന്ന കേൾക്കത്തില്ലല്ലോ. സ്വോത്രം. അപ്പൊ വായിക്കുന്ന കേട്ടാൽ എല്ലാ മതങ്ങളും അറിയുന്നുണ്ട്. ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് ഇസ്ലാം കൊത്തിവലിക്കുന്ന പാമ്പ്. ബൈബിൾ രേഖപ്പെടുത്തുന്നു, കെടാത്ത പിടിയും ചാകാത്ത പിടിയും കെടാത്ത തീയും. അത് കഴിഞ്ഞിട്ട് ഇസ്ലാം ഹൈന്ദവ സഹോദരങ്ങളുടെ മതകേന്ദ്രം പറയുന്നു, ആത്മാവിന് നിത്യശാന്ത കിട്ടിയില്ലെങ്കിൽ പാതാളത്തിനകത്ത് യാതന അനുഭവിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മനസാക്ഷി യുഗത്തിൽ ഇന്നേക്ക് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് മസ്കറ്റിലെ സലാല് അടക്കപ്പെട്ട ഇയ്യോബ് പറയുന്നു, ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവന്റെ കീഴെ പാതാളങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു. കള്ളിക്കാട് കർത്താവിനെ കാണാത്ത എല്ലാ അച്ചായന്മാരും ഇനി കോവിഡ് നടന്നാലും നടന്നില്ലെങ്കിലും വേണ്ടില്ല, പോകാൻ പോകുന്നത് താഴെ പാതാളത്തില്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ചങ്കൂറ്റത്തോടെ ഞങ്ങൾ കള്ളിക്കാട് പട്ടണത്തിനകത്ത് വിളിച്ചു പറയുന്നു, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവമുണ്ട്, ഞങ്ങൾ ഉയർത്തുന്ന ഏക ദൈവമായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. അതുകൊണ്ട് ഇന്ന് 3-ാമത്തെ രാത്രിയിൽ ചങ്കൂറ്റത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, മറ്റൊരുത്തനിലും ഇന്ന് രാത്രി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? യോഹന്നാനോട് കൽപ്പിക്കുന്നു, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. തീർന്നില്ല. യോഹന്നാൻ 5:25, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്വസ്ത്രം. നമുക്ക് സന്തോഷമില്ലല്ലോ. കോഴിക്കോടിനടുത്ത് കോടഞ്ചേരി ഭയങ്കര കൺവെൻഷൻ നടന്ന ഒരു സ്കൂൾ ഗ്രൗണ്ട്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ മുഴുവൻ ആ പ്രസംഗം കേൾക്കാൻ വന്നു. ഞാൻ പ്രസംഗം ഇങ്ങനെ മുൻപോട്ട് പോയപ്പോൾ ഒരു ദിവസം അവിടുത്തെ പാർട്ടിയുടെ ഏറ്റവും നല്ല നേതാവ്, അപ്പം ഞാൻ രാഷ്ട്രീയത്തെ ബിരുദം എടുത്തതെന്ന് പുള്ളിക്ക് പിടികിട്ടി. പലരോടും വിളിച്ചു ചോദിച്ചു പറഞ്ഞ് നല്ല രാഷ്ട്രീയം പുള്ളിക്ക് അറിയാമെന്ന് പറഞ്ഞു. സ്വോത്രം. അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ട് ചോദിച്ചിട്ട് പാസ്റ്ററെ സമ്മതിച്ചു തരുന്നു. അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ നേതാക്കൾ 45 മിനിറ്റ് 4 ഗ്ലാസ് വെള്ളം കുടിക്കും, 50 മിനിറ്റ് കൂടുതൽ പ്രസംഗിക്കത്തില്ല. പക്ഷേ പാസ്റ്റർ പ്രസംഗിക്കുന്ന 1.5-2 മണിക്കൂർ പ്രസംഗിക്കും. എവിടുന്ന ഈ പവർ എന്ന്? സ്വോത്രം. ഞാൻ പറഞ്ഞ ഈ ഉലകത്തിൽ നിന്ന് ചായയുടെയും വെള്ളത്തിൻ്റെയും പവറല്ല, മരിച്ചൊരുവൻ ഉയർത്തെഴുന്നേറ്റു ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. അവൻ പോയപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. യഹൂദയില്, ശമരിയയില്, ലോകത്തിന്റെ അറ്റത്തോളം അട്ടക്കാരകത ബൗഡ. ഇന്ന് രാത്രി കള്ളിക്കാടോട് ചെറുപ്പക്കാരോട് പറയുക, നിന്റെ മേൽ ഒരു അഭിഷേകം വീണ ലോകത്തിന്റെ പട്ടണത്തിൽ നിന്നെ കൊണ്ടുപോകുക. ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുക. അതിനകത്ത് കല്ലിൽ നാരങ്ങ വെള്ളത്തിന്റെ ചായയുടെ ശക്തിയല്ല, ഇന്ന് രാത്രി മരിച്ചുയർത്തെഴുന്നേറ്റ പുനരുത്ഥാനത്തിന്റെ ശക്തി നീ വ്യാപരിച്ചാൽ മണിക്കൂറുകൾ നിന്ന് ദൈവവചനം പറയുക, രോഗം എത്ര നിന്റെ മേൽ ആഞ്ഞടിക്കട്ടെ. വൈകിട്ട് ഇൻസുലിൻ പമ്പ് ചെയ്തിട്ട് സജുജാത്തന്റെ രുചി നിൽക്കുന്ന, പക്ഷെ എനിക്കറിയാം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഇന്ന് രാത്രി സകലത്തിനും മതിയായവന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ട. സഹോദര, ഏലിയുടെ മക്കൾ പട്ടുവീഴാൻ കാലമായി ആലയത്തിൽ കരഞ്ഞ ഹന്നയുടെ ശമൂവേലിനെ ഉയർത്തുക. ഒരു കര സ്വർഗത്തിലെ ദൈവം
ദൈവം തോട്ടെങ്കിൽ പാസ്റ്റർമാരെ പുരോഹിതന്മാരെ മക്കൾ താഴെ വീടുമ്പോൾ ചില ചെറുപ്പക്കാരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ടിരിക്കുക. നീ എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ മേലൊരു പ്രകാശമുണ്ട്. ഇന്ന് രാത്രി അത് ഉദിച്ചിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് കവലകൾ തോറും സ്വോത്രം. കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ശരീരത്തിലെ മരണമുള്ള ആത്മാവിന് മരണമില്ല. അതുകൊണ്ട് ആത്മാവിനെ നിത്യതയിലെത്തിക്കാൻ ഒരുവൻ ഞങ്ങൾക്ക് വേണ്ടി വന്നു. അവനെ ഉയർത്തുമ്പോൾ ഞങ്ങളുടെ അകത്തൊരു ചൈതന്യമുണ്ട്, ഞങ്ങളുടെ അകത്തൊരു പ്രത്യാശയുണ്ട്. ഇവിടെ രോഗം വരട്ടെ, സർജറി വരട്ടെ, എന്തൊക്കെ വരട്ടെ, പക്ഷെ ഞങ്ങളിൽ വെളിപ്പെടാനുള്ള തേജസ് ഓർത്താൽ 85 വയസ്സുള്ള അമ്മച്ചി വിഷമിക്കണ്ട, 65 വയസ്സുള്ള അമ്മാമയെ വിഷമിക്കണ്ട. രോഗമോ എത്ര സർജറിയോ ഒക്കെ വന്നോട്ടെ, ലാസർ ഉയർത്തപ്പോൾ അവന്റെ ശരീരത്തിൽ ഒരു പാട് പോലുമില്ലെങ്കിൽ ഉയരത്തിലെ ശബ്ദം കേട്ട് കാഹളനാദത്തിനകത്ത് നീ ഉയരുമ്പോൾ നിന്റെ ശരീരത്തിനകത്ത് വേദനയുടെ പാട് കാണത്തില്ല, സർജറിയുടെ പാട് കാണത്തില്ല, നിന്റെ ശരീരത്തിനകത്ത് ഇഞ്ചക്ഷനോ റേഡിയേഷനോ കൊടുത്ത് കാണത്തില്ല. അതുകൊണ്ട് പൗലോസ് പറയും, നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവിക തേജസ് ഓർക്കുമ്പോൾ കള്ളിക്കാടിരിക്കുന്ന ദൈവദാസന്മാര് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. സ്തോത്ര. അഭിമാനത്തോടെ ആവേശത്തോടെ ഞങ്ങൾക്ക് പ്രസംഗിക്കാം. എന്താ? ഞങ്ങളുടെ മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് അവൻ്റെ രക്ഷയുടെ സന്ദേശം കവനകൾ തോറും ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കള് ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളങ്ങൾ വിട്ടുപോയിരിക്കുന്നു. ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയെങ്കിൽ 2035 കൂടി സൂര്യന് സംഭവിക്കാൻ പോകുന്നത്, ഈ സൂര്യൻ ഉറങ്ങാൻ പോകുന്നു. സൂര്യൻ ഉറങ്ങുന്നതിന് ഭൂമിക്ക് എന്ത് സംഭവിക്കും? അതിൻ്റെ പേരാ ഭൂകമ്പം. ബൈബിളിനകത്തുണ്ടോ? ഇനി കള്ളിക്കാട് കാണാൻ പോകുന്നത് ഭൂകമ്പങ്ങളുടെ പരമ്പരയാ. 2022 ജൂണിന് ശേഷം നോട്ട് ചെയ്തോ. ലോകത്തിന്റെ സെസോളജി മൊത്തം പറയുന്നു ഭൂകമ്പം ലോകത്തിനകത്ത് നടക്കുമോ. വായിക്കാം യെശയ്യാ പ്രവചനം 24:19-20. യെശയ്യാ 24:19-20 വായിച്ചിട്ട് കുഞ്ഞ. യെശയ്യാ പ്രവചനം 24:19-20 വായിക്കാം. ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി പടുപട പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കിടുകിട കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. കിടക്കുന്ന മത്തനെ പോലെ കള്ളുകൂടിയനെ പോലെ ഭൂമി ചാഞ്ചാടുമെന്ന് കാണാൻ പോകുന്ന കാഴ്ച എന്ന് പ്രസംഗിക്കുന്ന. അടുത്തത് വരുമ്പോ പത്രം വരുമ്പോ നോക്കിക്കോണം. അടുത്തത് വായിക്കാം. കാവൽമാടം പോലെ ആടുന്നു, കാവൽമാടം പോലെ ആടുന്നു. അതിന്റെ അകൃത്യം, അതിന്റെ അകൃത്യം കള്ളിക്കാടുകാർ കേണം. ഭൂമിയുടെ മനുഷ്യന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു. സന്തോഷമില്ലല്ലോ, ഭാരം. കഴിഞ്ഞ പന്തേല് ഞങ്ങൾ കൺവെൻഷൻ കഴിഞ്ഞിട്ട് പോയി. എന്താ ഭാരം? ഒരപ്പച്ചൻ തൊടുപുഴ മകനെയും ഭാര്യയും 2 കുഞ്ഞുങ്ങളെ കുളിമുറിക്കകത്തിട്ട് കൊന്നുകളഞ്ഞു. സന്തോഷമില്ലല്ലോ. മലയാളം വായിക്കുന്നവർ മതി. സ്വോത്രം. കണ്ടില്ലേ? അപ്പൻ മകനെയും മകളെയും 2 കുഞ്ഞുങ്ങളെയും പച്ചയ്ക്ക് വെള്ളം ഒഴിക്കാൻ ടാപ്പ് വരെ ക്ലോസ് ചെയ്ത് കർത്താവ് ഈ ഭൂമിയെ വെച്ചുകൊണ്ടിരിക്കുവോ? തീർന്നില്ല. പോത്തങ്കോട് തിരുവനന്തപുരം ഒക്കെ കാണുന്നില്ലേ എത്ര കൊലപാതകമാ. കഴിഞ്ഞ ദിവസം ഒരു കാമുകന് വേണ്ടി 1.5 വയസ്സുള്ള കുഞ്ഞിനെ ലോഡ്ജിനകത്ത് ഞെരിച്ചങ്ങ് കൊന്നുകളഞ്ഞു. സ്വോത്രം. അതിന്റെ പേരാ പാപം. അധർമ്മം പെരുകുന്നു. സ്വോത്രം. അതിന്റെ അകൃത്യം. നാടൻ ഭാഷ കള്ളിക്കാട് കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുന്നത്, മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, കൊത്തിക്കത്തി മുറത്തിക്കയറുന്ന കോഴിയെ ചിന്നമാമ ഇനി വെച്ചോണ്ടിരിക്കത്തില്ലെന്ന്. സ്വോത്രം. ഈ ഭൂമിയെ ദൈവം ന്യായം വിധിക്കുമെന്ന്. എന്താ ന്യായം വിധി? ദൈവത്തിന് വിരുദ്ധമായത് കഞ്ചാവ്, മയക്കുമരുന്ന്, തട്ടിപ്പ്, കള്ളനോട്ട്, കൊട്ടേഷൻ, കൊലപാതകം, ഇതെല്ലാം ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ. സ്വോത്രം. അവസാനം ഇതിന്റെ ഒരു അകൃത്യം, അതിന്റെ മേൽ ഭാരം. ആരാ? ദൈവം വെച്ച നിയമത്തിന് വിരുദ്ധമായി. സ്വോത്രം. എന്താ ദൈവം വെച്ച നിയമം? ആദമിന് തുണയാരാ? ആദമിന് തുണയാരെ കൊടുത്തു? ഉറക്കെന്ന് പറഞ്ഞാട്ടെ. ഹവ്വായെ കൊടുത്ത്. ഇന്ന് തുണയാരാ? അവറാച്ചന് തോമാച്ചൻ. സ്വോത്രം. കർത്താവ് വിടുവോ? സ്വോത്രം. ചിന്നമ്മയ്ക്ക് സൂസമ്മ. അതിന്റെ പേരാ ലെസ്ബിയൻ ഗൈ മാരേജ്. സ്വോത്രം. കല്യാണം ഉണ്ടോ? കാട്ടാക്കട ഡാം വണ്ടി കയറി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഒരാൾ മലയൻകീഴി ഇറങ്ങും, ഒരാൾ തമ്പാനൂർ ഇറങ്ങും. ഇതാ ഇന്നത്തെ കല്യാണം. ദേ പോയി ഇതാ വന്നു. സ്വോത്രം. കണ്ടില്ലേ? കർത്താവ് വിടുമോ? മാനസാന്തരപ്പെട്ടോ? ക്രിസ്ത്യാനി ആദ്യം മാനസാന്തരപ്പെട്ടോണ്. സ്വോത്രം. ബൈബിൾ വായിച്ചോണം. അതുകൊണ്ടാണ് ഈ വചനം നിങ്ങൾ പഠിക്കണം. അകൃത്യം അതിന്റെ മേൽ ഭാരമായിരിക്കും. അടുത്ത് വായിച്ചിട്ട് മോളെ. അത് വീഴും. അത് വീഴും, എഴുന്നേൽക്കുകയുമില്ല. കള്ളിക്കാടുകാർ വിചാരിക്കുന്ന കാടിലാ കാറിനകത്ത് കയറി സുന്ദരമായിട്ട് ചിക്കനും കഴിച്ച് അൽപകാമം കഴിച്ച് ചുട്ട കോഴിയും തന്തൂരിയും കഴിച്ച് ആരെങ്കിലും കള്ളിക്കാട് കിടക്കാമെന്ന് വിചാരിച്ചാൽ ഇത് തീരാൻ പോവുക. സ്വോത്രം. അതുകൊണ്ടാ 2022 യോഗം. എന്താ കാര്യം? മനുഷ്യാ, നിന്റെ ആയുസ് എത്ര? മനുഷ്യന്റെ ആയുസ് എൻപ്രയാണ കാലം 4 വിരൽ നീളമായതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്ന് വേഗം പ്രിയനോട് ചേരും. എത്ര ആയുസ്? കള്ളിക്കാട് വീട്ടിനകത്തിരിക്കുന്ന അച്ചായ
മനസ്സിലായോ? പരദേശി വാസത്തിന് നാം ഇവിടെ വന്ന് 70നെ 365 കൊണ്ട് ഗുണിച്ചാൽ 25,550 ദിവസം ജീവിക്കാൻ വന്നതാ മനുഷ്യൻ. സ്തോത്രം. 80 കൊണ്ട് ഗുണിച്ചാൽ ഒരു ബോണസ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര? 29,500. അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഖാവ് VS-ന്റെ അടക്കം 100 36,500 ദിവസം മാത്രം. ഏറ്റവും മോശം. സ്തോത്രം. അതിന്റെ അപ്പുറത്തൊരു കുഴിയുണ്ട്, അതിന്റെ പേരാ ശവക്കല്ലറ. സ്തോത്രം. പപ്പ അവിടെ നിൽക്കും, മോളെ മമ്മി അവിടെ നിൽക്കും, മുക്കിയ സ്നാനം നിൽക്കുന്ന സ്നാനപ്പെടുത്തിയ പാസ്റ്ററും അവിടം വരെ കാണത്തോള്. ഇവിടെ ഘോരഘോരം പ്രസംഗിച്ച സജൂജാത്തന്നൊരു അവിടെ കാണത്തോള്. എന്നാൽ കല്ലറയ്ക്ക് അപ്പുറത്തൊരുവൻ നിന്നെ മാടി വിളിക്ക്. അവന്റെ പേരാ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ഇതിന്റെ പേരാ തേജസ്സേറിയ സുവിശേഷം. സ്തോത്രം. അപ്പനും അമ്മയും സ്വന്തം സ്നേഹിച്ച ഭാര്യയും ഭർത്താവും അമ്മാമേ കല്ലറ വരെ കാണും. ഒരു സാരി തരും, ഒരു പൂച്ചണ്ട് തരും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ശോശപ്പ പുതപ്പിക്കുക. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ കള്ളിക്കാട്ട് വരണം. കല്ലറയ്ക്കപ്പുറത്ത് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുവോ ഒരുവൻ മധ്യാകാശത്തിൽ നിന്ന് വരാറായി. ഏലി ഏലി ലമ്മാ ശബത്താന്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അവന്റെ ശബ്ദം കേട്ടിട്ട് കല്ലറകൾ പൊട്ടി വിശുദ്ധന്മാർ ഉയർത്തെങ്കിൽ 2022 പറയും വിശുദ്ധന്മാരെ ചേർക്കുവോ എന്റെ യേശു വരാറായി. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഈ മഹാവ്യാധി ഭൂകമ്പവും ബൈബിളിൽ ഉണ്ടാവോ? കൊറോണ വരുമോ? കോവിഡ് വരുമോ? വായിക്കാൻ ലൂക്കോസ് 21:11. അടുത്ത വാക്യം വായിച്ചാട്ടെ. ലൂക്കോസ് 21:11. ഇവിടെ മഹാവ്യാധി വരുമോ? കൊറോണ വരുമോ? വേഗത്തിൽ ലൂക്കോസ് 21:11 വായിച്ചാട്ടെ. ക്ഷാമം, ഭൂകമ്പം. വായിച്ചാ മോളെ. വലിയ ഭൂകമ്പം ദാ കിടക്കുന്നത് വരാൻ പോകുന്നു. അടുത്തത് ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. അപ്പൊ കോവിഡ് ഇവിടെ വരുമെന്ന് ബൈബിളിൽ ഉണ്ടല്ലോ. ശ്രീലങ്കയിൽ എത്ര രൂപ ചായ എന്ന് വില? അരിയുടെ വില എത്ര? 484. പാലിന്റെ വില എത്ര? 284. പെട്രോൾ എത്ര അമ്മാമ്മ? ആഴ്ച 1 ലിറ്റർ. കള്ളിക്കാടുന്ന് കാട്ടാക്കട വരെ സിറ്റിയിൽ പോരുത്, വേണേ നടന്നു പോക്കോളാം. സ്വോത്രം. സാമ്പിൾ തുടങ്ങിയില്ലയോ? കൈ ഉയരുന്നില്ലല്ലോ. അയ്യോ അമ്മ, അതൊന്നും നമ്മൾ കാണത്തില്ല. സ്വോത്രം. ശ്രീലങ്കയിലെ ക്ഷാമോ പെട്രോൾ മേടിക്കാൻ നിൽക്കുന്ന കന്നാസുമായിട്ട് നമ്മൾ ആ ദിലീപിൻ്റെ ഫോണും നോക്കിക്കൊണ്ടിരിക്കുക. നീ കർത്താവ് വരുന്നവരിത് നോക്കിക്കൊണ്ടിരില്ല. സ്വോത്രം. ലോകം തീരാറായെന്ന് വിസിലടി ഉടക്ക് 2ാം ലോക മഹായുദ്ധത്തിൽ ഒരു സംഭവം ഉണ്ടായി. സ്വോത്രം. വെടിപൊട്ടാൻ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പടയാളി ഇസ്രയേലിൽ ചെന്ന് അമ്മാമ്മയോട് പറഞ്ഞു, അമ്മാമ്മ പെട്ടെന്ന് സ്ഥലം വിട്ടോ, ബോംബ് വരാൻ പോകുന്നു. അമ്മാമ്മ പറഞ്ഞു, മിണ്ടിപ്പോരുത്, ഞാൻ ചപ്പാത്തി ഇന്നിട്ടേ പോകുമെന്ന്. സ്വോത്രം. അതുപോലെ നമ്മുടെ മലയാളികളും ഇത്രയും പ്രസംഗം കേട്ടാലും രക്ഷയില്ലെന്ന് പറയുന്നത് കാര്യം മനസ്സിലായിക്കോണം. ഇന്ന് രാത്രി ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി. എന്താ ഇവിടെ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക? ഇപ്പോഴും കോടതി നടന്നുകൊണ്ടിരിക്കുക. എന്താ? മുല്ലപ്പെരിയാർ. കേട്ടവർക്കായി പലയിടത്തും ഞാൻ പറയുന്നുണ്ട്. എല്ലാവർക്കും സംശയം മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന്. മുല്ലപ്പെരിയാർ ഉടനെ ഒന്നും പൊട്ടത്തില്ല. എന്നാ ഇത് തുടങ്ങി 1970, 80, 20 ഭൂകമ്പം. രാഷ്ട്രീയക്കാരനൊന്നും ഈ ഭൂകമ്പം എന്തുവെന്ന് അറിയത്തില്ല. സയൻസ് അറിയാത്ത എന്ത് ഭൂകമ്പം? 80 തൊട്ട് 90 വരെ അടുത്ത ഭൂകമ്പം, 30, 90 കഴിഞ്ഞപ്പോൾ 40 ഭൂകമ്പം. ഇന്ന് പത്രത്തിൽ നാളെ കാണും എവിടെയൊക്കെ ഭൂകമ്പം എന്ന് കുറേ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയെങ്കിൽ അന്ന് 94 ഭൂകമ്പം ഉണ്ടായി. മഹാരാഷ്ട്രയിലെ ലത്തൂർ. കേട്ടവരെ വല്ലവരും ഉണ്ടോ? ലത്തൂർ കുലുങ്ങി. കൈയൊന്ന് ഉയർത്തിയാട്ടെ. ലത്തൂർ കുലുങ്ങി എന്നുള്ളത്. കൈ ആരെ ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അയ്യോ ക്യാമറ ഞാൻ എടുക്കത്തില്ല, ഷൈനല്ലേ എടുക്കുന്ന, വിഷമിക്കേണ്ട. സ്വോത്രം. നിങ്ങളുടെ ആരെയും പടം കൊടുക്കിയാൽ എൻ്റെ എടുത്തോളും. സ്വോത്രം. കണ്ടില്ലേ ലത്തൂർ കുലുങ്ങി? അന്ന് എവിടെ പ്രകമ്പനം? ഈ രാഷ്ട്രീയക്കാർ നേരം വെളുത്ത മുല്ലപ്പെരിയാർ, ബൈബിളിന് പത്രത്തിനകത്ത് മുല്ലപ്പെരിയാറിലെ പറയുന്ന സംഭവം കേട്ടോണം. എന്താ മുല്ലപ്പെരിയാർ? മഹാരാഷ്ട്രയിലെ ലത്തൂർ കുലുങ്ങി. ചലനം എവിടെ വന്നു? ഏഷ്യൻ പ്ലേറ്റ് വഴി കർണാടക, ഗോവ, അത് കഴിഞ്ഞ് മംഗലാപുരം, വയനാട്, അത് നേരെ വന്ന് എറണാകുളം അഥവാ കൊച്ചിക്കടൽ. അവിടുന്ന് റോഡ് നേരെ പിടിച്ചു മൂവാറ്റുപുഴ. ആ റോഡ് നേരെ പോയി തൊടുപുഴ. ആ റോഡ് നേരെ പോയി ഉപ്പുതറ. അത് നേരെ പോയി കാഞ്ചിയാർ. അത് നേരെ ചിന്നക്കനാൽ. അതുവഴി എവിടെ കയറി? ബേബി ഡാം. സ്വോത്രം. ഇതാ മുല്ലപ്പെരിയാർ. അല്ലാതെ ഈ വൈകിട്ട് 7 മണിക്ക് രാഷ്ട്രീയക്കാരോട് അത് കുലുങ്ങുന്നു ഇത് കുലുങ്ങുന്നു. ഇതാ അന്നേ മുല്ലപ്പെരിയാർ വിള്ളൽ വീട്. എന്താ മുല്ലപ്പെരിയാർ? 125 വർഷം മുമ്പ് ഇന്ത്യ, നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബം കമ്പ തേനിയോട് കാണിച്ച ദയവാ മുല്ലപ്പെരിയാർ വെള്ളം. സ്വോത്ര. ഇന്ന് മുല്ലപ്പെരിയാറിലെ അവസ്ഥ എന്താ? കൊല്ലം എത്ര കർത്താവ് കൊടുത്ത്? 94. 26 കൊല്ലം കൊടുത്ത്. തമിഴ്നാട്ടുകാർ പറയുന്നത് എന്തോ? കഴിഞ്ഞ ആഴ്ച മാർത്താണ്ഡത്ത് പ്രസംഗിച്ചിട്ടായിരുന്നു. അവരും കേട്ട് ഭയങ്കര സന്തോഷം. കുട്ടിയാമ്പള മാർത്താണ്ഡത്തായിരുന്നു. അവിടെ ഞാൻ വീട്ടിൽ പോയിട്ടാണ് നേരെ ഇങ്ങോട്ട് വരുന്നത്. സ്വോത്രം. അവരോട് ഞാൻ പറയും, തമിഴ്നാട് പറയുന്നത് ഇത് പൊട്ടിക്കെട്ടണമെന്നാ ഭാഗ്യം. എന്താ? തിരുവനന്തപുരം, കൊല്ലം ആര് കൊണ്ടുപോകും? കന്യാകുമാരിക്കാർ കൊണ്ടുപോകും. സ്വോത്രം. അപ്പുറത്തെ കോയമ്പത്തൂര്, പാലക്കാട്, കോഴിക്കോട് ഭാഗം അവരും കൊണ്ടുപോകും. അതാ അവർ മിണ്ടാതിരിക്കുന്നത്. കിട്ടിയ ആരെങ്കിലും കൊടുക്കും?
5 സെൻറ്റ് എനിക്ക് അതിൽ വല്ലവനും തരാമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ ആധാർ കൊടുക്കത്തില്ല, മോനെ ദൈവം അനുഗ്രഹിക്കും. സ്വോത്രം. അപ്പം കിട്ടിയാവല്ലവർ ക്ഷമിക്കുമോ? അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ നീ ഒരു സൊല്യൂഷൻ വരത്തില്ല. ഇപ്പം പലർക്കും പേടി പൊട്ടുമെന്ന്. അച്ചായ ഇത് പൊട്ടും, 45 ലക്ഷം പേര് പോവുകയും ചെയ്യും. ആര്? കോട്ടയം, പത്തനംതിട്ട, അത് കഴിഞ്ഞ് എറണാകുളം, ഇടുക്കി മൊത്തം, പിന്നെ തൃശ്ശൂരിൻ്റെ ഒരു ഭാഗം, നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം പ്ലെയിനോടുകൂടി എവിടെ കിടക്കും? കടലിൽ കിടക്കും. പ്ലെയിൻ കടലിൽ നിന്ന് പറക്കും. സ്വോത്രം. ക്ലിയർ. മുല്ലപ്പെരിയാർ പൊട്ടും. ദൈവത്തെ കുറ്റം പറയണോ? 94 തുടങ്ങിയതാ അതിൻ്റെ മണ്ണും ഇതെല്ലാം പോയത്. പക്ഷേ മുല്ലപ്പെരിയാർ എന്താ പൊട്ടാതിരിക്കുന്നത്? അത് വല്ലവരും കള്ളിക്കാടുകാർക്കറിയാമോ? ആരാ ഇടുക്കിയിലെ ജനം? പാവപ്പെട്ട കർഷകർ. വല്ലതും കേട്ടിട്ടില്ലോ? ലയത്തിലെ തൊഴിലാളികൾ. ഏതാ പാട്ട്? നീങ്ങിപ്പോയി ഭാരങ്ങളല്ല, അപ്പാവും നീയെ അമ്മാവും നീയെ. സ്വോത്രം. യബനേസറെ യബനേസറെ ഇതുവരെ കരുതിയവനെ. സ്വോത്രം. അങ്ങനെ വല്ല പാട്ടെങ്ങാണ്ടുകൊണ്ടോ? സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. തമിഴ്നാട്ടുകാരുടെ പാട്ട് കേട്ടില്ലേ? അപ്പാവ് നീയെ അമ്മാവ് നീയെ യബനേസറെ അമ്പുക്കുള്ള ഇന്നും അധികമായി മുഴുവുള്ളത്തോടെ ആരാധന. മിണ്ടുന്നില്ല. സ്വോത്രം. ഇടുക്കിയിൽ തമിഴ് പാട്ട് പാടിയെങ്കിലേ ഇറക്കത്തുള്ളൂ. മലയാളമൊന്നും അവിടെക്കാരെ പാടിയിട്ട് കാര്യമില്ല. സ്വോത്രം. ആ പാട്ട് പാടുമ്പോൾ ഇവിടെ ലൂക്കോസ് മാസ്റ്ററും ബിൽസം പാസ്റ്ററും 4 തമ്പേർ അടിച്ച വിശ്വാസി അനങ്ങത്തില്ല, സ്റ്റാച്യു പോലെ ഇരിക്കും. സ്വോത്രം. അവിടെ അപ്പാവും നീയെ അമ്മാവും നീ എന്ന് പറയുമ്പോൾ മുട്ടുമടക്കി അങ്ങ് നിലവിളിയാണ്. സ്വോത്രം. ആരാ ഡെയിലി വേജസിന് മേടിക്കുന്നത്? അവിടെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ CSIക്കാരല്ല, പാവപ്പെട്ട CSIക്കാരാ. ഈസ്റ്റ് കേരള മകായുടെ വക എന്നെ കൊണ്ട് പ്രസംഗിച്ചു. കട്ടപ്പനയും കഞ്ഞിക്കുഴിയും ചേലച്ചുവടും കാഞ്ചിയാറും വള്ളക്കട ഉപ്പുതറ ചന്തി വെച്ചാൽ മതി. CSI പള്ളിയുടെ ഗ്രൗണ്ടിൽ അവിടെ പ്രസംഗിക്കുമ്പോൾ പൈസയില്ല. ലൂക്കോസ് പാസ്റ്റർ, വിൽസം പാസ്റ്റർ എല്ലാവരും കൂടെ സ്വോത്രയാഴ്ച ഇടും. ജീപ്പിനകത്ത് ലയത്തിൽ നിന്ന് കയ്യിൽ കൊടുത്തോണ്ടാണ് വരുന്നത്. അച്ഛൻ അന്നേരെ വരുന്നവർക്ക് ജോലി കഴിഞ്ഞ് വരിക. ഭക്ഷണം കഴിച്ചില്ല, ഒരു ചായ ഒരു വട. സ്വോത്രം. ഇവിടെ വണ്ടി വിട്ടാലും ആളില്ല അടിച്ചിറക്കാൻ. സ്വോത്രം. കണ്ടില്ലേ? ഒരു ചായ ഒരു വട. സ്വോത്രം. അവരെ പാട്ട് തുടങ്ങുമ്പോൾ അപ്പാ യേശു അപ്പാ കരുണ കാണിക്കണേ. ആ പാട്ട് കേട്ട പ്രസംഗം ഇനി 9:30 ആയാലും കുഴപ്പമില്ല. അവർ അവസാനത്തേക്ക് തമിഴിലെ പാട്ട് പാടും. ചില ചെറുപ്പക്കാർ പാടുമ്പോൾ ഗ്രൗണ്ടിൽ കണ്ണുനീരാ. സർവശക്തനായ ദൈവം. സ്വോത്രം. ഏതാ ടെസ്റ്റ് ചെയ്യുന്നത്? കള്ളിക്കാടും കാട്ടാക്കടയും DDRC ഉണ്ട്. അവിടെ തൊലി ടെസ്റ്റ് ചെയ്യാം, കണ്ണ് ടെസ്റ്റ് ചെയ്യാം, മൂക്ക് ടെസ്റ്റ് ചെയ്യാം, ബ്ലഡ് ചെയ്യാം, ക്രിയാറ്റിൻ ചെയ്യാം, ബാക്കി എല്ലാം ടെസ്റ്റ് ചെയ്യാം. പക്ഷേ ഏതെങ്കിലും ലാബിൻ്റെ മുമ്പിൽ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുമെന്ന് എഴുതിയിട്ടുണ്ടോ? ഇന്ന് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം. സ്വോത്രം. അങ്ങനെ വല്ലതും എഴുതിയിട്ടുണ്ടോ? അമ്മാമേ അച്ചായ വല്ലതും എഴുതിയിട്ടുണ്ടോ? കണ്ണുനീർ നിങ്ങളുടെ ടീയറിൽ നിന്ന് വരുന്ന അഥവാ ഐയിൽ നിന്ന് വരുന്ന ടീയർ അഥവാ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യോ? ആ ഇടുക്കിക്കാരൻ്റെ കണ്ണുനീര് സ്വർഗം തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. സ്വോത്രം. മുല്ലപ്പെരിയാറൊക്കെ പുകഞ്ഞിരിക്കുക. പക്ഷേ എന്തുകൊണ്ടാ പൊട്ടാത്തത്? അബ്രഹാമിൻ്റെ കൂടെ ഒരുത്തൻ കൂടി, അവൻ്റെ പേരാ ലോത്ത്. മിണ്ടുന്നില്ലല്ലോ. പണ്ട് അവൻ സഭയിൽ നിന്ന് വിട്ടുപോയെങ്കിൽ അവൻ ഒത്തിരി ആത്മാവിൽ പാടിയതാ, കുറെ അന്യഭാഷ പറഞ്ഞതാ, ചർച്ചിന് വേണ്ടി കഞ്ഞി വെച്ചതാ. ഒരു നേരത്തെ വെള്ളം കൊടുത്താൽ പോലും ദൈവം മറക്കുന്നവനല്ല. സ്വോത്രം. സോദോമിനെ സ്വർഗത്തിലെ ദൈവം ഒന്ന് നോക്കി അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുക ദൈവത്തിൻ്റെ ദാസന്മാർ. അന്നേരം അബ്രഹാം പറഞ്ഞ് പണ്ട് കള്ളിക്കാട് കൺവെൻഷന് വന്നൊരു സ്വോത്രാഴ്ചയും കൊടുത്ത് തീരുമാനമെടുത്തതാന്നേ സ്വർഗമേ അച്ചായൻ ഒരവസരം കൂടെ കൊടുക്കണമെന്ന്. സ്വോത്രം. ഇന്ന് 24 മാസത്തിൽ കോവിഡ് ഒരവസരവും കൂടെ കള്ളിക്കാട്ട് സഹോദരൻ ഈ യോഗം വെക്കുന്നതിൻ്റെ പിൻപിൽ നിന്റെ പുറപ്പാടാ. ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എത്ര പേരാ മരിച്ചത്? കള്ളിക്കാട്ട സഹോദരന്മാർ ശ്രദ്ധിക്കുക. കള്ളിക്കാട്ട ഫാമിലി മുഴുവൻ ശബ്ദസീമയ്ക്കുള്ളിൽ ശ്രദ്ധിക്കുക. 1.5 കോടി പേർ പോയി. തീർന്നില്ല. ഈ അമേരിക്കയിൽ 8 പോയി, ബ്രസീലിൽ 7 പോയി, ഇന്ത്യയിൽ 6 പോയി, തമിഴ്നാട്ടിൽ 1 ലക്ഷത്തിനടുത്ത് പോയി, കേരളത്തിൽ 68,000 പോയി. അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി നിന്നെ നിർത്തിയതെങ്കിൽ നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ഇന്ന് രാത്രി മടങ്ങി കാൽവറിയിലേക്ക് വാ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ വിലയേറിയ രക്തം ഇന്ന് രാത്രി സൗജന്യമായി ഇന്ന് രാത്രി ആ രക്തം ഇവിടെ ഒഴുകുക. മടങ്ങി കാൽവറിയിലേക്ക് വാ. സ്വോത്രം. ആ ഒരൊറ്റ പ്രാർത്ഥനയിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ സോദോമിൻ്റെ മേൽ ന്യായം വിധിക്കത്തില്ല. പക്ഷേ സോദോമിൻ്റെ മേൽ ന്യായവിധി വരുന്നതിന് മുമ്പ് എവിടെ ചെന്ന്? ആ ലോത്തിൻ്റെ വീട്ടിൽ ചെന്ന് ചടചട 4 കാര്യം പറഞ്ഞു. പർവ്വതത്തിലേക്ക് ഇറങ്ങണം, തിരിഞ്ഞു നോക്കരുത്, രക്ഷയ്ക്കായി പുറത്തു വരണം. ഹല്ലേലൂയ. അതുപോലെ സോവേറിലേക്ക് കൊണ്ടുപോയി. ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ സജുജാത്തന്നൂർ ഇവിടെ പറയുന്നത്, ഏഷ്യാനെറ്റിലെ വിനുവോ, മാതൃഭൂമിയിലെ വേണുവും, മീഡിയ മണ്ണിലെ സ്മൃതിയും, അത് കഴിഞ്ഞിട്ട് മനോരമയിലെ ജോണി ലൂക്കോസും, രായ്ക്ക് രാമായണം ചർച്ച ചെയ്താൽ CPM-കാരും BJP-കാരും കോൺഗ്രസ്സുകാരും ഇവിടെ കടന്ന് തങ്ങളിൽ മുല്ലപ്പെരിയാറിനെ അടിച്ചാൽ ഞങ്ങൾ ഉയർത്തുന്ന ബൈബിളിൻ്റെ വചനപ്രകാരം മുല്ലപ്പെരിയാറിനകത്ത് 45 ലക്ഷം ജനത്തെ വെള്ളത്തിനകത്ത് മുക്കി കൊല്ലുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. വചനമെടുത്ത് ഒരു കുഞ്ഞെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ജീവന്റെ തിരുവചനമെടുത്ത് വണ്ടിപ്പെരിയാറിലും കാഞ്ചിയാറിലും 1000-കണക്കിനെണ്ണം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കൊച്ചിയിലെ കടൽ വെള്ളത്തിനകത്ത് ഉപ്പുവെള്ളത്തിനകത്ത് മുക്ക്
നിർത്തുന്നവനല്ല. എൻ്റെ നാഥൻ ചെങ്കടലിനകത്ത് ഫറവോനെ സൈന്യത്തെ ഉപ്പുവെള്ളത്തെ മുക്കിയോളൂ, പക്ഷേ മോശയെയും കൂട്ടരെ ചെങ്കടൽ കടത്തിയതുപോലെ ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നാളെയോ മറ്റന്നാളോ അടുത്ത ദിവസവും ഇവിടെ മുല്ലപ്പെരിയാർ പെട്ട എന്നാൽ ആരാധിക്കുന്ന ഇസ്രായേൽ മക്കൾ രാത്രിയുടെ യാമത്തിനകത്ത് ചെങ്കടൽ വിഭജിച്ച് കനാനിലേക്ക് കൊണ്ടുപോകുക ഒരു സ്വർഗത്തിന്റെ കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കള്ളിക്കാടിനോട് ചങ്കൂറ്റത്തോട് ഞങ്ങൾ പറയുന്നു, മുല്ലപ്പെരിയാർ ഇവിടെ പൊട്ടുന്ന ശബ്ദം ലോകം മുഴുവനും മീഡിയക്കകത്തും വാർത്തക്കകത്തും കാണുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ. ഞങ്ങളുടെ നാഥന്റെ ഗംഭീര നാദ, കർത്താവ് തൻ ഗംഭീര നാദ, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ഞങ്ങളുടെ പ്രിയനാഥൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാ. അവൻ ജീവനോടെ ശേഷിക്കുന്ന ഞങ്ങളെ കൊണ്ടുപോകും. മരിച്ചവർ അക്ഷയരായി ഉയർക്ക്. റിവൈവൽ ഫെസ്റ്റ് 2022 കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവോ. ഞങ്ങളുടെ യേശു പറഞ്ഞ പ്രവചനങ്ങൾ നിവർത്തിയാകുന്നു. എന്താ പ്രവചനങ്ങൾ നിവർത്തിയാകുന്നത്? ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി അവിടെ. സ്തോത്രം. ഇന്ന് രാത്രി അന്ത്യകാലത്തിന്റെ പ്രവചനം കേൾക്കുന്നെങ്കിൽ വചനം ക്ലിയർ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ സ്തോത്രം. എന്താ സംഭവം? ഈ ആകാശത്ത് നിന്ന് നക്ഷത്രം വീഴും. എപ്പോൾ? ഈ സൂര്യൻ കരിമ്പടം പോലെ കറക്കും. വൺ മോർ ടൈം റിവൈസ് ദ മാറ്റർ ഈസ് കം ടു എർത്ത്, സൺ ആൻഡ് മൂൺ. സെന്റർ സിറ്റുവേറ്റഡ് ദ സൺ, ദ റേസ് കം ടു എർത്ത് ഡൈവേർട്ടഡ്. പകൽ വാഴുവാൻ സൂര്യൻ, ഹൈഡ്രജൻ, അത് കറക്കും. ആ കറക്കുന്ന സമയത്ത് അടുത്ത ഒരു സംഭവം നടക്കും. ഭൂമിക്ക് പ്രകാശം കിട്ടത്തില്ല. അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത് അന്ധകാരം ഭൂമിയെയും, ബാക്കി പറ കൂരിരുട്ട്. അങ്ങനെ പറ സഹോദരിമാർ, നല്ല ഉഷാറാവുന്നുണ്ട്. സ്വോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിക്കളെ. അപ്പോൾ ചന്ദ്രൻ ഉണ്ടാകുന്ന പ്രതിഭാസം രക്തചന്ദ്രൻ. അങ്ങനെയെങ്കിൽ ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു യഹൂദന്റെ ആലയം കടന്നു വരാം. അതിനുമ്പ് ചില കാര്യങ്ങൾ ഇവിടെ നടക്കും. ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ വീഴും. വായിക്കാം 6, 14, 15 വെളിപ്പാട്. ബൈബിൾ പഠിച്ചോണ്ടേ ഇവിടെ നിന്ന് ഇറങ്ങാവൂ. നാളെ നിങ്ങൾക്കും പ്രസംഗിക്കാം. അതുകൊണ്ട് മോളെ കൊണ്ട് ഇത് ഞാൻ കാണാൻ പറയാം, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ കുഞ്ഞിനെ കൊണ്ട് ആ ഡേറ്റ വെച്ചേ ഞാൻ പറയത്തുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാകാം. ഇനി പ്രവചനത്തിലേക്കായി. വെളിപ്പാട് കഴിഞ്ഞാൽ എല്ലാം ഷെയാവിലേക്ക് പോവാം. സമയം ഒന്നും നോക്കരുത് നിങ്ങൾ. ക്ലിയർ എഴുതിയെടുത്തോളാം. വായിക്കാം കുഞ്ഞെ. വെളിപ്പാട് 6, 14, 15 വായിച്ചാട്ടെ. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. അടുത്ത വാക്ക് എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. മോളെ വാക്യം മാറ്റരുത്. ചായ പ്രത്യേകം മേടിച്ചാൽ അവിടെ നിൽക്കട്ടെ. അടുത്ത വാക്യം കൂടെയുണ്ട്. എല്ലാ മലയും ദ്വീപും. 2019 ഇതൊക്കെ ബൈബിൾ പ്രവചനം ക്ലിയർ ആണെന്ന് ഇപ്പം പറഞ്ഞോണം. കരം നിങ്ങൾ തന്നെ ഉയർത്തണം. 2019 ഒരു മല പോയി. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ കവളപ്പാറ പുത്തുമല. 1000 കുടുംബം, 3 പള്ളി. കൈ ഒന്ന് ഉയരട്ടെ. മലയും ദ്വീപും. ഇതാണ് ബൈബിളിന്റെ തനിമ. 2020 അടുത്തത് പോയി. ഇടുക്കി പെട്ടിമുടി. ബൈബിളും സയൻസും പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. 48 മുതൽ 54 വരെ മരിച്ചു. ഒരു ലയം മുഴുവൻ പോയി. പെട്ടിമുടി ദുരന്തം കണ്ടവരെന്ന് കൈ ഉയർത്തിയാട്ട്. ഇടുക്കി പെട്ടിമുടി. ഇപ്പൊ പ്രതികരണമുണ്ട്. 3 ബൈബിൾ എടുത്തതാ. കഴിഞ്ഞ കോവിഡ് ഡിസംബറിൽ ഒരു മഴയടിച്ചു. കൂട്ടിക്കൽ, മുണ്ടക്കയം, ഏന്തയാർ, കൂട്ടിക്കൽ. കരമൊന്ന് ഉയർത്തിയാട്ടെ. കൂട്ടിക്കൽ ദുരന്തം, മുണ്ടക്കയം. ഇപ്പൊ ബൈബിള് ക്ലിയർ ആയില്ലേ? 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തത, യോഹന്നാനപ്പച്ചൻ രക്ഷയുടെ സുവിശേഷം കടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ പ്രവചനം, എല്ലാ മലയും എല്ലാ ദ്വീപും സ്വസ്ഥാനത്ത് നിളകിപ്പോകും. കേരളം സ്വോത്രം. വേറൊന്നില്ലേ? സുനാമി. ആൻഡമാൻ നിക്കോബാർ 2.5 അടി താഴ്ന്നു. അടുത്ത വാക്യം കേൾക്കണം. ആരൊക്കെ വണ്ടി വിട്ടു? വായിക്കാം. അടുത്ത വാക്യം. കൈ ഉയർത്തണത് കേൾക്കുമ്പോ പ്രവചനം. വായിച്ചാട്ടെ. അടുത്തത്. ഭൂമിയിലെ രാജാക്കന്മാർ. ഇനി വരാൻ പോകുന്ന പ്രകൃതി ദുരന്തമാ. സ്വോത്രം. അടുത്തത്. മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും. എല്ലാത്തിനെയും പ്രകൃതി ദുരന്തം. കോവിഡ് വന്നപ്പോൾ വലിയവനോ ചെറിയവനോ ഉണ്ടായിരുന്നോ? ലൂക്കോസ് ചായ ഇല്ലായിരുന്നല്ലോ. പാസ്റ്ററിനെയും പിടിച്ചില്ലയോ? സെന്ററിനെയും പിടിച്ചില്ലയോ? പ്രസ്ബിറ്ററേയും പിടിച്ചില്ലയോ? എല്ലാ പിണറായി സാറിനെയും പിടിച്ചില്ലയോ കോവിഡ്? സ്വോത്രം. സന്തോഷമില്ലല്ലോ. സ്വോത്രം പറയുന്നില്ല. അപ്പൊ പ്രകൃതി ദുരന്തം ഉണ്ടായ എല്ലാരും പിടിക്കുക. അടുത്ത ഒരു സംഭവം നിങ്ങൾ കേൾക്കണം. നാട്ടുകാർ. ഞാൻ ഒരു രാഷ്ട്രീയത്തെ കുറ്റം പറയുന്നില്ല. അടുത്ത കാര്യം വായിച്ചാട്ട് മോളെ. സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട്. പ്രകൃതി ദുരന്തം വരും. കോവിഡ് ഒന്നും അല്ല. എല്ലാരും പാമ്പുവാ. ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ. ഇനി കാണാൻ പോകുന്ന കാഴ്ച. രാഷ്ട്രീയക്കാരെല്ലാം നെട്ടോട്ടോടും. മംഗലാപുരത്ത് പെരുമഴ.
ശ്രീ അമിത്ഷാ വന്നിട്ട് ഹെലികോപ്റ്റർ താഴെ ഇറങ്ങിയില്ല. കർവാപ്പസി ഡൽഹി സ്വോത്രം പോകാൻ പറഞ്ഞു, തീർന്നില്ല. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, നാട്ടുകാർ ശ്രദ്ധിക്കട്ടെ, ഓക്കി ചുഴലിക്കാറ്റിൽ ശ്രീ പിണറായി വിജയൻ സാർ കാര്യം അറിയാൻ വിഴിഞ്ഞം കടപ്പുറത്ത് പോയി. മനോജബ്രഹാം സാർ ഉണ്ടായത് കൊണ്ട് തിരിച്ചു വന്ന് രക്ഷപ്പെട്ടു. സ്വോത്രം മിണ്ടുന്നില്ല. സത്യം പോലെ ഞങ്ങൾ പറഞ്ഞു തരാം, തീർന്നില്ല. അത് കഴിഞ്ഞ് സജി ചെറിയാൻ, ഇന്നത്തെ മന്ത്രി, ചെങ്ങന്നൂരിൽ നിന്ന് അന്ന് നിലവിളിക്കുക, ഞങ്ങളുടെ അടുത്തോട്ട് ഹെലികോപ്റ്റർ അയക്കണമെന്ന്. സ്വോത്രം. മന്ത്രിക്ക് പ്രളയത്തെ ആളെ പിടിക്കാൻ പറ്റുമോ? ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഡയറി എടുത്ത് ഫയൽ നോക്കിയാൽ മതി. വടക്കംപറവൂരിൽ ഒരു കെട്ടിടത്തിൻ്റെ മേളിൽ, വോട്ടിനകത്ത് സ്കൂളിൻ്റെ മേളിൽ കഴിഞ്ഞിട്ട് അന്നത്തെ മന്ത്രിയായ ശൈലജ ടീച്ചർ വിളിക്കുന്നു, സാറേ 2 ഹെലികോപ്റ്റർ ഇങ്ങോട്ട് അയക്കണമെന്ന്. സ്വോത്രം. സകല ധനവാന്മാരും ബലവാന്മാരും മന്ത്രിമാരും ഈ പ്രകൃതി ദുരന്തത്തിനകത്ത് ജനത്തിൻ്റെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പാറകളിലും മലകളിലും ചെന്ന് ഞങ്ങളുടെ മേൽ വീഴുവിനെന്ന് പറയുമെങ്കിൽ, ഇവിടുത്തെ സഖാവ് പിണറായി വിജയൻ സാർ വിഴിഞ്ഞത്തുനിന്ന്, അമിത്ഷാ എവിടുന്ന് മംഗലാപുരത്ത് നിന്ന്, അത് കഴിഞ്ഞ് VD സതീശൻ കെട്ടിടത്തിന്റെ മേളിൽ നിന്ന്, സജി ചെറിയാൻ ചെങ്ങന്നൂർ മൊത്തം മുങ്ങിയപ്പം കൊണ്ടുവാ ബോട്ടും വള്ളമെന്ന് നിലവിളിച്ചെങ്കിൽ, അതിലും വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ ആഞ്ഞടിക്കുവാൻ കാലമായി. ഇന്ന് രാത്രി ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക്, ഞാൻ ഭൂമിയെ ഇളക്കം, കരമുയരുന്നില്ല, ഞാൻ കരയെ ഇളക്ക്, ഞാൻ കടലിനെ ഇളക്കം. കോവിഡിൽ സകല ജാതികളും ഇവിടെ ഇളകിയെങ്കിൽ, ഈ ഇളക്കത്തിന്റെ നടുവിൽ സകല ജാതികളുടെയും മനോഹര വസ്തു വരാറായി. കള്ളിക്കാട് ആരാ സകല ജാതികളുടെ മനോഹര വസ്തു? അവന്റെ പേരാ ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു.